ദേവി, എന്താ ദേവി ഇതൊക്കെ? ദേവിക്ക് എന്തു പറ്റി? ദേവി, അവനെവിടെ? കണ്ണൻ. കണ്ണനോ? അതെ, നമ്മുടെ മോൻ കണ്ണൻ. അവനിപ്പോ ഞാൻ വെണ്ണയും പാലും കൊടുത്തല്ലേ ഉള്ളൂ. ദേവി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ എന്റെ കൺമുമ്പിലുണ്ടായിരുന്നു. ഒരു ഗോളത്തിലാ നമ്മുടെ കുഞ്ഞു വന്ന് ഇറങ്ങിയത്. 2 കയ്യിലും വെണ്ണയും കുടിക്കാൻ പാലും കൊടുത്തു. വെണ്ണപാത്രം എവിടെ? ദേവി ഉള്ളുരുകി പ്രാർത്ഥിച്ചപ്പോൾ വൈകുണ്ഠനാഥൻ നമ്മുടെ ഉണ്ണിയെ ദേവിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തിയതാണ് സ്വപ്നത്തിലൂടെ. അപ്പോ ഞാൻ കണ്ടത് പൂർണ്ണചന്ദ്രന് തുല്യമായ എന്റെ കുഞ്ഞിന്റെ മുഖം മനസ്സിൽ പ്രകാശം ചൊരിഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നു. എനിക്ക് അവനെ നേരിൽ കാണാൻ കൊതിയാവുന്നു ദേവ. കൊതിക്കാനല്ലേ കഴിയുള്ളൂ ദേവി. അമ്പാടിയിൽ പോയി നമ്മുടെ പൊന്നോമനെ കാണാൻ കഴിയില്ലല്ലോ. നമ്മൾ അമ്പാടിയിൽ പോയാൽ എങ്ങനെയും കംസൻ അതറിയും. തൻ്റെ അന്തകൻ അമ്പാടിയിലുണ്ടെന്ന കംസന്റെ സംശയം സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യും. അതാപത്തല്ലേ ദേവി? 7 കുഞ്ഞുങ്ങളുടെ അരുംകൊലയും 8ാമത്തെ കുഞ്ഞിന്റെ വേർപാടും. ദേവിയുടെ കനലെരിയുന്ന മനസ്സ് നാം കാണുന്നു. പ്രാർത്ഥിക്കുക. ഉപാസനാമൂർത്തിയായ അനന്തശായിയെ ഉള്ളുരുകി വീണ്ടും പ്രാർത്ഥിക്കുക. സമാധാനമുണ്ടാകും. തകർത്ത ലക്ഷണം ഉണ്ടല്ലോ. കണ്ടില്ലേ വിയർത്തൊലിക്കുന്നത്? അമ്മേ, പാല് വേണം. തിളപ്പിച്ച് വെച്ചതൊന്ന് തണുക്കട്ടെ, അപ്പൊ തരാം. ആ പാലല്ല, എനിക്ക് അമ്മിഞ്ഞ പാല് മതി. അതല്പം മുമ്പ് തന്നതല്ലേ ഉള്ളൂ, ഇനി കുറച്ച് കഴിയട്ടെ. അമ്മ, എനിക്ക് വേണം. കണ്ണാ, ഞാനിതൊന്ന് തിളപ്പിച്ച് വെച്ചോട്ടെ. മോൻ പോയി കളിച്ചിട്ടൊക്കെ വാ. ഞാൻ പോവില്ല, എനിക്ക് പാല് വേണം അമ്മ. ഒരു പണിയെടുക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനൊരു പാൽക്കൊതിയെ. വാ. അയ്യോ, പാല് തിളച്ച് മറിയുന്നല്ലോ. കൊല്ലാത്ത അമ്മയാ, എനിക്ക് പാല് തന്നില്ലല്ലോ. ഇപ്പൊ കാണിച്ചു തരാം. കണ്ണാ, നിക്കട അവിടെ. എടാ നിക്കാൻ. കണ്ണാ, 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 കണ്ണാ. കണ്ണാ, കല ഉടച്ചിട്ട് ഒളിച്ചിരിക്കുന്നോ? കണ്ണാ, ഒളിച്ചിരിക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങി വന്നോണം, ഇല്ലെങ്കിൽ തല്ലി ചതയ്ക്കും ഞാൻ. അത്രയ്ക്കായോ? കണ്ണാ, ഇതെവിടെ പോയി? ഇങ്ങോട്ട്. ഇന്ന് നീ എന്റെ വടിയുടെ ചൂടറിയും. വാ. ഞാൻ പാത്രം ഉടച്ചൂല. അടി കിട്ടും. തല്ലരുതെന്നോ? ഇന്നലെയും കൊടുത്തു ഗോപസ്ത്രീകൾക്ക് പാത്രങ്ങള്. നീ തല്ലി ഉടച്ചതിന് പകരം സ്വന്തം വീട്ടിലും തല്ലി തകർക്കാൻ തുടങ്ങിയാൽ പകരം പാത്രങ്ങൾ എനിക്കാരാ തരിക? വാ ഇവിടെ. ഇവിടെ വരാൻ. ഇങ്ങോട്ട് വരാൻ. കരയാതെടാ, തല്ലുന്നില്ല. നിന്നെ തല്ലാൻ ഇപ്പോഴെനിക്ക് മനസ്സ് വരുന്നില്ല.
കള്ളച്ചിരി വേണ്ട. നിന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ദാ ആ ഉരുള് കണ്ടോ, അതില് കെട്ടിയിടാൻ പോവാ നിന്നെ. ഇനി നീ ചിരിച്ചാ എന്റെ മനസ്സ് മാറിപ്പോവും. ഇല്ല, കെട്ടിയിട്ടിട്ട് തന്നെ കാര്യം. വൈകുന്നേരം വരെ നീ അവിടെ കിടക്കണം. ഒരിറ്റു വെണ്ണയോ പാലോ എന്തിന് ജലപാനം പോലും തരില്ല. വിശന്ന് തളരുമ്പോ നിന്റെ കുറുമ്പൊക്കെ മാറും. ഇവിടെ കിടന്നോ.